ഹേ ഗൈസ്, വെൽക്കം ബാക്ക്. നമ്മുടെ ഈ ഫുട്ബോളിൽ കറൻലി റണ്ണായിക്കൊണ്ടിരിക്കുന്ന വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് സ്കാമിനെ കുറിച്ചാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. പറഞ്ഞു വരുന്നത്, നമ്മുടെ പാക്സിൽ ഒരുപാട് മാനേജേഴ്സിനെ ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അല്ലേ. നമ്മുടെ ഈ ഫുട്ബോൾ 24-ഉമായിട്ട് കമ്പയർ ചെയ്യുന്ന ടൈമിൽ, അല്ലെങ്കിൽ മറ്റുള്ള വേർഷനുമായിട്ട് കമ്പയർ ചെയ്യുന്ന ടൈമിൽ നമ്മുടെ 25-ൽ കൊണാമി ഒരുപാട് മാനേജേഴ്സിനാണ്, നമ്മുടെ 500-ൻ്റെയും അതുപോലെ തന്നെ നമ്മുടെ 1500-ൻ്റെയൊക്കെ ഒരുപാട് മാനേജർ പാക്കാണ് കൊണാമി നിലവിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇതിലെവിടെയാണ് സ്കാം? നല്ല കാര്യമല്ലേ ചോദിച്ചു കഴിഞ്ഞാൽ നല്ല കാര്യമൊക്കെ തന്നെ. പക്ഷേങ്കിൽ ഈ ഒരു മാനേജേഴ്സിനെ നമ്മൾ സൈൻ ചെയ്യുന്ന ആ ഒരു വീക്കിൽ, അല്ലെങ്കിൽ കൊണാമി ഇൻട്രൊഡ്യൂസ് ചെയ്ത ആ ഒരു വീക്കിലല്ലാതെ ഈ ഒരു മാനേജേഴ്സൊന്നും ആ ഒരു പെർഫോമൻസും കാര്യങ്ങളൊന്നും മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല എന്നുള്ളൊരു കാര്യമാണ് നമുക്കിപ്പോൾ ഗെയിമിൽ കാണാൻ സാധിക്കുന്നത്. അതായത് ഈ ഒരു സാബിയുടെ കേസാണെങ്കിലും നമ്മുടെ മൊറീനോയുടെ കേസായാലും പുതിയൊരു മാനേജറെ കൊണാമി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ടൈമിൽ ആ ഒരു മാനേജേഴ്സിൻ്റെ പവറും കാര്യങ്ങളൊക്കെ, അല്ലെങ്കിൽ വന്ന വീക്കിലുള്ള ആ ഒരു പെർഫോമൻസും കാര്യങ്ങളൊന്നും നമുക്ക് പിന്നീട് ഗെയിമിൽ കിട്ടുന്നില്ല എന്നുള്ളൊരു കാര്യം എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുള്ളതാണ്. അതുപോലെ നിങ്ങൾ ടാറ്റിക്സ് ഷിഫ്റ്റ് ചെയ്യുന്ന ടൈമിലല്ലാതെ മാനേജേഴ്സിനെ ഷിഫ്റ്റ് ചെയ്യുന്ന സെയിം ടാറ്റിക്സ് ഉള്ള മാനേജേഴ്സിനെ ഷിഫ്റ്റ് ചെയ്യുന്ന ടൈമിൽ വലിയ രീതിയിലുള്ള ചേഞ്ചോ കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് ഗെയിമിൽ കാണാൻ സാധിക്കില്ല എന്നുള്ളതാണ്. അതായത് നിങ്ങൾ പുതിയൊരു പ്ലെയറെ സൈൻ ചെയ്ത് ആ ഒരു പ്ലെയറെ നിങ്ങളുടെ CF പൊസിഷനിലോ CB പൊസിഷനിലോ ഇട്ട് കളിപ്പിക്കുമ്പോൾ ഉള്ള ആ ഒരു ഇമ്പാക്റ്റും കാര്യങ്ങളൊന്നും പുതിയ പ്ലെയറിൻ്റെ, അല്ലെങ്കിൽ ആ ഒരു പ്ലെയേഴ്സിൻ്റെ എബിലിറ്റിയിൽ വരുന്ന ആ ഒരു ചേഞ്ചും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഗെയിമിൽ തീർച്ചയായിട്ടും കാണാൻ സാധിക്കും. പക്ഷേങ്കിൽ മാനേജേഴ്സിൻ്റെ കേസിൽ നിങ്ങൾ 1500-ൻ്റെ അല്ല 2000-ൻ്റെ മാനേജർ വന്നാലും ഗെയിമിൽ നിലവിലത്തെ ഗെയിം പ്ലേ വെച്ചിട്ട് വലിയ രീതിയിലുള്ള ചേഞ്ചോ കാര്യങ്ങളോ നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ സാധിക്കില്ല. നേരിയ അളവിൽ ചെറിയൊരു ഡിഫൻസീവിൻ്റെ ഒരു സപ്പോർട്ടോ കാര്യങ്ങളോ, അല്ലെങ്കിൽ അറ്റാക്കിങ്ങിൽ കുറച്ചും കൂടി സപ്പോർട്ടോ കാര്യങ്ങളോ കിട്ടുന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് അതൊക്കെ നമ്മുടെ ഡിഫൻസീവ് ഇൻസ്ട്രക്ഷനും അതുപോലെ തന്നെ നിങ്ങളുടെ പ്ലേയേഴ്സിനെ വെച്ചൊക്കെ നിങ്ങൾ കുറച്ച് ട്രെയിൻഡ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ഒരുപാട് കാലമായിട്ട് ഈ ഫുട്ബോൾ കളിക്കുന്ന ഒരു പ്ലെയർ ആണെന്നുണ്ടെങ്കിൽ ആ ഒരു ചെറിയ നേരിയ അഡ്വാൻറ്റേജും കാര്യങ്ങളൊക്കെ നിങ്ങളുടെ പഴയ മാനേജറെ വെച്ചിട്ട് തന്നെ നിങ്ങൾക്ക് കവറപ്പ് ചെയ്യാൻ സാധിക്കുമെന്നുള്ളതാണ്. അതായത് ഞാൻ പറഞ്ഞു വരുന്നത്, ഇതിപ്പോൾ ഗാസ്പ്രീൻ്റെ കേസിൽ 2 ടാറ്റിക്സ് വരുന്നുണ്ട്. അതായത് ഗെയിമിൽ തന്നെ ടോപ്പായിട്ട് നിൽക്കുന്ന ക്വിക്ക് കൗണ്ടറും അതുപോലെ തന്നെ ലോങ് ബോൾ കൗണ്ടറും വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ ഒരു മാനേജറെ സൈൻ ചെയ്തത്. അല്ലാത്ത പക്ഷം ഞാൻ യൂസ് ചെയ്യുന്നത് നമ്മുടെ പഴയ സാബി അലോൺസോയുടെ മാനേജർ പാക്ക് തന്നെയാണ്. ഈ ഒരു മാനേജർക്ക് ഈ 2 ടാറ്റിക്സ് വന്നതുകൊണ്ട് മാത്രമാണ് ഞാൻ സൈൻ ചെയ്തത്. അല്ലാത്ത പക്ഷം ക്വിക്ക് കൗണ്ടറിൻ്റെ കൂടെ പൊസിഷനോ അതുപോലെ തന്നെ ഔട്ട് വൈഡോ അങ്ങനെ ഏത് ടാറ്റിക്സ് വന്നാലും ഞാൻ സൈൻ ചെയ്യില്ലായിരുന്നു എന്നുള്ളതാണ്. അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു QCയുടെയും അതുപോലെ തന്നെ ലോങ് ബോൾ കൗണ്ടറിൻ്റെ കേസിൽ നമ്മുടെ ഡിഫൻസീവ് ലൈൻ വരുന്നത് നേരെ ഓപ്പോസിറ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഗെയിമിൽ നമ്മുടെ അറ്റാക്കും ഡിഫൻസും സ്വിച്ച് ചെയ്ത് യൂസ് ചെയ്യാനായിട്ട് നമ്മുടെ ഈ ഒരു കോമ്പിനേഷൻ ഗെയിമിൽ ഹെൽപ്പ് ചെയ്യും എന്നുള്ള ഒറ്റൊരു കൺസെപ്റ്റിലാണ് ഞാൻ ഈ ഒരു മാനേജർ സൈൻ ചെയ്തത്. അല്ലാത്ത പക്ഷം ക്വിക്ക് കൗണ്ടറിന് വേണ്ടിയിട്ട് നിലവിലത്തെ ഗെയിം പ്ലേയിൽ മറ്റൊരു മാനേജറെയും സൈൻ ചെയ്യില്ല എന്നുള്ളൊരു കാര്യമാണ്. നിങ്ങൾക്ക് തന്നെ നോക്കിയാൽ മനസ്സിലാവും, നമ്മുടെ റൈക്കാർഡിൻ്റെ മാനേജർ പാക്ക് വന്ന ടൈമിൽ അത്യാവശ്യം നല്ല പെർഫോമൻസും കാര്യങ്ങളൊക്കെ ഈ ഒരു മാനേജർ തന്നിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നമ്മുടെ മൊറീനോയുടെ പാക്ക് വന്നു. ഈ ഒരു മാനേജർ വന്നതിന് ശേഷം റൈക്കാർഡിൻ്റെ പെർഫോമൻസിൽ നല്ല രീതിയിൽ ചേഞ്ചും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. കൊണാമിയുടെ ഈ ഒരു കാര്യം തന്നെയാണ് ഞാനിവിടെ സ്കാം ആയിട്ട് പറയുന്നത് എന്നുള്ളതാണ്. കാരണം നമുക്ക് കൊണാമി ഒരുപാട് കോയിനും കാര്യങ്ങളൊന്നും വെറുതെ തരുന്നില്ല. നമ്മൾ ഒന്നുകിൽ സേവ് ചെയ്ത് വെച്ച കോയിൻ ആയിരിക്കും, അല്ലെങ്കിൽ നമ്മുടെ ക്യാഷ് കൊടുത്ത് പർച്ചേസ് ചെയ്യുന്ന കോയിൻ ആയിരിക്കും. അത് എങ്ങനെയായാലും നമ്മുടെ കോയിൻ അല്ലെങ്കിൽ നമ്മുടെ എഫേർട്ടിൽ നമ്മൾ ഒരു മാനേജറെ സൈൻ ചെയ്ത് കഴിഞ്ഞാൽ മിനിമം ഒരു 1 ഇയർ എങ്കിലും ആ ഒരു മാനേജറെ ഇട്ട് നമുക്ക് കളിപ്പിക്കാൻ പറ്റണം. അല്ലാത്ത പക്ഷം ഇതുപോലുള്ള മാനേജേഴ്സിനെ കൊണാമി ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ്. ഇത് തീർച്ചയായിട്ടും കൊണാമി ഗെയിമിൽ കാണിക്കുന്ന വലിയ രീതിയിലുള്ള ചതി തന്നെയാണ്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ നിങ്ങൾ ടാറ്റിക്സ് ഷിഫ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ പുതിയ മാനേജർ വരുമ്പോൾ സൈൻ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അല്ലാത്ത പക്ഷം നിങ്ങൾ ഒരു കാരണവശാലും നിലവിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന QC ആണെങ്കിലും ലോങ് ബോൾ കൗണ്ടർ ആണെങ്കിലും ആ ഒരു മാനേജറിൽ തന്നെ സ്റ്റിക്ക് ആവുക. പുതിയ ഏത് മാനേജർ വന്നു കഴിഞ്ഞാലും നിങ്ങൾ ആ ഒരു വീക്കിലെ പെർഫോമൻസിനോ അല്ലെങ്കിൽ യൂട്യൂബിലൊക്കെ ചെയ്യുന്ന റിവ്യൂവും കാര്യങ്ങളൊക്കെ കണ്ട് നിങ്ങൾ സൈൻ ചെയ്യാതിരിക്കുക. നമ്മൾ യൂട്യൂബേഴ്സ് റിവ്യൂവും കാര്യങ്ങളൊക്കെ ഇടുന്നത് ആ ഒരു ഫസ്റ്റ് ഇംപ്രഷൻ്റെ ബേസിൽ, അല്ലെങ്കിൽ വന്ന ഉടനെ തന്നെ സൈൻ ചെയ്ത് ആ ഒരു റിവ്യൂവും കാര്യങ്ങളൊക്കെ ആയിരിക്കും വീഡിയോ ആയിട്ട് ചെയ്യുക. അല്ലാതെ 1-2 മാസം കഴിഞ്ഞ്, അല്ലെങ്കിൽ പുതിയൊരു മാനേജർ വന്നതിന് ശേഷം പഴയ മാനേജറിൻ്റെ റിവ്യൂവും കാര്യങ്ങളൊന്നും ഇടുന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് അറിയാൻ സാധിക്കുന്നില്ല പഴയ മാനേജർ നിലവിൽ എങ്ങനെ പെർഫോം ചെയ്യുന്നു എന്നുള്ളൊരു കാര്യം. എന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് സൈൻ ചെയ്യാം. നിങ്ങൾക്ക് മറ്റുള്ള ഏത് കാര്യത്തിനേക്കാൾ കൂടുതൽ നിങ്ങൾക്ക് ആ ഒരു ഇമോഷണൽ ആയിട്ടുള്ള കണക്ഷനും കാര്യങ്ങളൊക്കെ, ഇപ്പോൾ മൊറീനോയുടെ കേസിലൊക്കെ മറ്റുള്ള എല്ലാ കാര്യവും വിട്ട് ഈ ഒരു മാനേജറെ ഇട്ട് കളിപ്പിക്കണം എന്നുള്ള ആഗ്രഹത്തിൻ്റെ ബേസിൽ ഒരുപാട് പേര് സൈൻ ചെയ്യുന്നുണ്ട്. ആ ഒരു കേസ് ഓക്കെ. പക്ഷെങ്കിൽ നിങ്ങൾ ലോങ് ബോൾ കൗണ്ടറിൽ നിലവിൽ ഒരു മാനേജറിൽ സ്റ്റിക്കാണ്, അല്ലെങ്കിൽ ആ ഒരു മാനേജറിൽ അത്യാവശ്യം നല്ല രീതിയിൽ നിങ്ങൾ കളിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു മൊറീനോയുടെ പാക്കിൽ, അല്ലെങ്കിൽ മറ്റ് ഏത് പാക്ക് വന്നു കഴിഞ്ഞാലും ടാറ്റിക്സിൽ നിങ്ങൾ ഷിഫ്റ്റോ കാര്യങ്ങളോ ചെയ്യാതെ, അല്ലെങ്കിൽ QC എന്ന് ലോങ് ബോൾ കൗണ്ടറിലേക്ക് വരാനോ അല്ലെങ്കിൽ ഔട്ട് വൈഡിലേക്ക് പോകാനോ ആ ഒരു ഉദ്ദേശത്തിൽ പുതിയ മാനേജേഴ്സിനെ സൈൻ ചെയ്യാമെന്നല്ലാതെ നിലവിലുള്ള സെയിം ടാറ്റിക്സിൽ വന്നേക്കുന്ന പുതിയ മാനേജറെ സൈൻ ചെയ്തതിനെ കൊണ്ട് ഗെയിമിൽ വലിയ രീതിയിലുള്ള ചേഞ്ചോ കാര്യങ്ങളോ നിങ്ങൾക്ക് ഉണ്ടാവില്ല.
ഉണ്ടാവില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ മാനേജേഴ്സ് ലിസ്റ്റിൽ ഒരു മാനേജർ കൂടുമെന്നല്ലാതെ നിങ്ങൾക്ക് ഗെയിമിൽ ഫീൽ ചെയ്യുന്ന അല്ലെങ്കിൽ മനസ്സിലാവുന്ന തരത്തിലുള്ള ഒരു ചേഞ്ചോ കാര്യങ്ങളോ നിങ്ങൾക്ക് ഉണ്ടാവില്ല എന്നുള്ളതാണ്. ഈ ഒരു 1500 അതുപോലെ തന്നെ 500 മാനേജേഴ്സ് പാക്കിൽ മറ്റേതെങ്കിലും സ്പെഷ്യൽ കാർഡോ കാര്യങ്ങളോ വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സൈൻ ചെയ്യാം. എക്സാമ്പിൾ നോക്കുവാണെങ്കിൽ നമുക്ക് ഗ്രീസ്മൻ്റെ ബിഗ് ടൈം കാർഡൊക്കെ കിട്ടിയിട്ടുണ്ട്. സോ ഇത്രയും കാര്യങ്ങളൊക്കെ ഉള്ളൂ. കൊണാമിയുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്ന ഈ ഒരു ചതിയും കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ സ്കാമും കാര്യങ്ങളൊക്കെ നിങ്ങൾ മനസ്സിലാവണം. അനാവശ്യമായിട്ട് നിങ്ങളുടെ ക്യാഷോ നിങ്ങളുടെ കോയിനോ കാര്യങ്ങളൊന്നും നിങ്ങൾ ഈ ഒരു മാനേജർ പാക്കിന് വേണ്ടിയിട്ട് വേസ്റ്റ് ചെയ്യാതിരിക്കുക. അങ്ങനെ നിങ്ങൾ സൈൻ ചെയ്യുന്നു എന്നുണ്ടെങ്കിൽ പുതിയൊരു മാനേജർ പാക്ക് വന്നിട്ടും ആ ഒരു മാനേജർ നിങ്ങൾ ടാർഗറ്റ് വെച്ച ആ ഒരു മാനേജർ സെയിം പെർഫോമൻസും കാര്യങ്ങളൊക്കെ ഗെയിമിൽ തരുന്നുണ്ട് എന്നുള്ളൊരു കാര്യം ഉറപ്പുവരുത്തിയിട്ട് മാത്രം നിങ്ങൾ സൈൻ ചെയ്യുക. അല്ലാത്ത പക്ഷം കൊണാമി തന്നെ ഗെയിമിൽ നല്ല രീതിയിൽ മേജർ ആയിട്ടുള്ള അഡ്വാൻറ്റേജും കാര്യങ്ങളൊക്കെ പുതിയ മാനേജറിൽ ഉണ്ടാക്കണമെന്നുള്ളതാണ്. അതായത് പ്ലേയേഴ്സ് തമ്മിലുള്ള ഡിഫറൻസും കാര്യങ്ങളൊക്കെ പോലെ നമ്മുടെ മാനേജേഴ്സിലും ഡിഫറൻസും കാര്യങ്ങളൊക്കെ ഗെയിമിൽ ഉണ്ടാവണം എന്നുള്ളതാണ്. അല്ലാത്ത പക്ഷം നിലവിലുള്ള മാനേജേഴ്സ് തന്നെ നിങ്ങൾ സ്റ്റിക്ക് ആവുക. ഈ ഒരു സ്കാമിൽ നിങ്ങൾ പെടാതിരിക്കുക ഗൈസ്. സോ ഗൈസ് വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ കാണാം ഗൈസ്. ബൈ.